ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചെറിയൊരു കാര്യം, അല്ല വലിയൊരു കാര്യമാണ്, പക്ഷേ ചെറിയൊരു വീഡിയോയിൽ 1-2 മിനിറ്റിനുള്ളിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ഇപ്പോൾ ഒരുവിധം വീട്ടിലൊക്കെ മാവ് നല്ല രീതിയിൽ പൂക്കുന്ന സമയമാണ്. ഇപ്പോൾ എല്ലാ മാങ്ങ ഉണ്ടാകുന്ന സീസണാണല്ലോ. അപ്പോൾ ഈ മാവ് പൂക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പൂക്കളൊക്കെ നമുക്കൊരു 90% നമുക്ക് മാങ്ങ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പൂ വന്നതിന് ശേഷം മാവ് അടിഭാഗം നല്ലോണം നനച്ചു കൊടുക്കുക. എന്നാൽ പൂ കൊഴിഞ്ഞു പോകാതിരിക്കാൻ നനച്ച് കൊടുക്കുക നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാവും, അപ്പോൾ താഴ്ഭാഗം നനച്ചു കൊടുക്കുക. പിന്നുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ പുക കൊടുക്കുന്നത് നല്ലതാണ്. ഈ പൂവിൽ വന്നിരിക്കുന്ന പ്രാണികളൊക്കെ പോകാൻ ചെറിയ രീതിയിലിട്ട്, നല്ല രീതിയിൽ കൊടുക്കരുത്, ചെറിയ രീതിയിൽ പുക കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ വെക്കേണ്ട ഒന്നാണ് ഈ കായ്ച്ചക്കണി. ഈ കായ്ച്ചക്കണി എന്ന് പറഞ്ഞാൽ അതിൽ കായ്ച്ചക്കണി വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ മാവിൽ വന്നിട്ട് ഫ്ലവറിൽ വന്നിട്ട് കായ്ച്ചകൾ മുട്ടയിടും. മുട്ടയിട്ടാൽ മാങ്ങ ആകുന്ന സമയത്ത് മാങ്ങയിൽ പൊഴിച്ചല്യം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കായ്ച്ചക്കണി നമ്മൾ നിർബന്ധമായിട്ടും വെക്കണം. കായ്ച്ചക്കണി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതല്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. 1 രൂപ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ഈ കായ്ച്ചക്കണി നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കുക. അതിന് സൈഡിൽ 2-3 ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2-3 ഹോൾസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാരസെറ്റമോൾ ഗുളികയാണ്. അത് പഴയ ഒരു പാരസെറ്റമോൾ ഗുളിക മതി, ഡേറ്റ് കഴിഞ്ഞ സാധാ ഒരു പാരസെറ്റമോൾ ഗുളിക എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തുളസിൻ്റെ ഇല നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവും. അതിനൊന്നും നമുക്ക് 1 രൂപ ചിലവില്ല കേട്ടോ. അങ്ങനെ കുറച്ച് തുളസിൻ്റെ ഇല എടുക്കാം. തുളസിൻ്റെ ഇല എടുത്തിട്ട് പിന്നെ ബോട്ടിൽ കുറച്ച് വെള്ളം വേണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക. അങ്ങോട്ട് തുളസിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നല്ലോണം കയ്യിലിട്ട് തിരുമ്മിയിട്ട് നല്ല രീതിയിൽ തിരുമ്പി എടുക്കണം. ഞാനിട്ട് നമുക്ക് പറയും ഇങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഈ ബോട്ടിൽ ഇടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ പാരസെറ്റാമോൾ ഗുളികയും ഈ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് അലിയിച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് ഈ തുളസിൻ്റെ ഇല നല്ലോണം കയ്യിൽ തിരുമ്മിയിട്ട് നമ്മൾ ഈ ബോട്ടിലിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഹോൾസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ടച്ച് ചെയ്യണത് നല്ലതാണ്. അതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടാണ് ഈ കായ്ച്ചകൾ ഒന്നായിട്ട് ഇതിൽ വന്ന് ട്രാപ്പാകണത്. ഈ പാരസെറ്റമോൾ എന്തിനാണെന്ന് വെച്ചാൽ കായ്ച്ചകൾ ചാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരസെറ്റമോൾ ഗുളിക ഇടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ മാവിൻ്റെ കുറച്ച് വിട്ട് കൊണ്ടുപോയി വെക്കണം. അടുത്ത് കൊണ്ടുപോയി വെക്കരുത്, കുറച്ച് വിട്ട് കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ ഈ കണി അടുത്ത് വെച്ചാൽ എന്താ വെച്ചാൽ വിട്ടുള്ള ഈച്ചകളും കൂടി മാവുമ്മക്ക് വരും. അത് നമ്മൾ മാവിൻ്റെ കുറച്ച് വിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കാണിച്ചത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. ഇതാണ് കണ്ടില്ലേ, ഈ ബോട്ടിൽ ഒരു വിധം ഈച്ചകളൊക്കെ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈച്ചകൾ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഈ തുളസിൻ്റെ ഇല വെച്ചാൽ നമുക്ക് എന്താകും, ഇതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടാണ് ഈ കായ്ച്ചകൾ ഒരുപാട് വന്ന് ഇതിൽ ട്രാപ്പാണത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കായ്ച്ചക്കണിക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ സൈഡിൽ ഒഴിച്ചിട്ടത്, അതിലേക്ക് കുറച്ച് വെള്ളം പോരുക. പിന്നെ ഒരു പഴയ പാരസെറ്റമോൾ ഗുളിക അത് ആ വെള്ളത്തിൽ മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ച് തുളസിൻ്റെ ഇല എടുത്തിട്ട് അത് നമ്മൾ കയ്യിൽ നല്ലോണം തിരുമ്മിയതിന് ശേഷം ആ ബോട്ടിലിട്ട് കൊടുക്കുക. എന്നിട്ട് ബോട്ടിൽ അടച്ചേക്കുക. അതിങ്ങോട്ട് നമ്മൾ മാവിൻ്റെ കുറച്ച് വിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ അത്യാവശ്യം കായ്ച്ചകളൊക്കെ അതിൽ വന്ന് ട്രാപ്പായിക്കോളും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കായ്ച്ചക്കണി വെക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ വീഡിയോ.